നമസ്കാരം. ഒരു വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നതായ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുക പ്രയാസകരമേറിയ കാര്യമാകുന്നു. പലർക്കും അത് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. അത് സത്യമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ തൊടുകുറിയിലൂടെ ഒരു വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക സാധ്യമാണ് എന്ന് തന്നെ പറയാം. അത്തരത്തിൽ തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക, പരമശിവനെ ധ്യാനിക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന 2 ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങൾ വിശദമായി തന്നെ പരാമർശിക്കാം. ആദ്യം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിന് മുന്നോടിയായി ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ ശിവപൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കൂടാതെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നേരിടുന്നവരാണ് നിങ്ങൾ. അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരും എന്ന് തന്നെ പറയാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല ഫലങ്ങളും വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാകുന്നു. നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ഒരുമിച്ച് താമസിക്കാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ആശ്ചര്യം ഇല്ലാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടുന്നതായ ചില കാര്യങ്ങൾ തെറ്റാണ് എന്ന് ഭാവിയിൽ ബോധ്യമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മറ്റുള്ളവർ പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് മോശമായി പറയുകയും അല്ലെങ്കിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ ഇതേക്കുറിച്ച് നിങ്ങൾ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അതായത് അത്തരത്തിലൊരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം നിങ്ങൾ വ്യക്തമായി തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അതിനാൽ മറ്റുള്ളവർ ആക്ഷേപിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നിങ്ങൾക്ക് തളർച്ച നേരിടുന്നതല്ല. അതിനെ പ്രതിരോധിക്കുവാനും മറികടക്കുവാനുമുള്ള മനോബലം നിങ്ങൾക്ക് ആ സമയം ആർജിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അഭിമാനികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ചിന്തിച്ചാണ് പ്രവർത്തിക്കുക. സ്നേഹിച്ചാൽ നിങ്ങൾ എന്തും നൽകുന്നവരാണ്. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും അറിയാവുന്ന കാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർ ഇടപെട്ട് നിങ്ങളുടെ ബന്ധം തകർക്കുവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ വിള്ളൽ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. എന്നാൽ നിങ്ങൾ അതിന് വശംവദരാകില്ല എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതായത് മറ്റുള്ളവർ വിചാരിച്ചാലും ആ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുവാൻ സാധിക്കണം എന്നില്ല. അത് നിങ്ങളുടെ ആത്മബലത്താലാണ്. അതിനാൽ തന്നെ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. വളരെയധികം കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിച്ച് വളർന്നിട്ടുള്ളവരാണ് നിങ്ങൾ. ജീവിതത്തിൻ്റെ പല അവസരങ്ങളിലും പല രീതിയിലുള്ള കഷ്ടതകൾ, ദുരിതങ്ങൾ നിങ്ങൾ പല അവസരങ്ങളിലും അനുഭവിച്ച് പോന്നിട്ടുള്ളവരാണ്. മറ്റുള്ളവരെ പോലെ ആഡംബരം അത്ര ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾ. ആവശ്യത്തിന് മതി എന്ന് ചിന്തിക്കും എന്ന കാര്യം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്ത തന്നെയാകുന്നു. കടബാധ്യതകളാൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ കടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുവാൻ ചില സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ടും
ചില കടബാധ്യതകൾക്ക്, അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന കാര്യവും ഓർക്കുക. നിങ്ങളെക്കുറിച്ച് അനാവശ്യം പലരും പല വ്യക്തികളോടും പറഞ്ഞു കൊടുക്കും, പ്രത്യേകിച്ചും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതായ ആ വ്യക്തിയോട്. എന്നാൽ അത് നിങ്ങളെ ബന്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധത്തിൽ അത് ബാധിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാകുന്നു. ആർക്കും തകർക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ നിങ്ങൾ വിചാരിക്കുകയാണ് എങ്കിൽ മാത്രമേ ആ ബന്ധം തകർക്കുവാൻ സാധിക്കൂ. അതിനാൽ ജീവിതത്തിൽ വരുന്ന അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ആര് വിചാരിച്ചാലും ഈ കാര്യങ്ങൾ തകർക്കാൻ പറ്റില്ല എന്ന ആത്മവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ വേണ്ടതാകുന്നു. നിങ്ങൾ കലഹിച്ചാലും അത് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളായി മാറും. അതിനാൽ തന്നെ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് സ്വയം തർക്കിക്കുന്നതിലൂടെ കാരണമാകാം എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടതാകുന്നു. അതിനാൽ ഇത്തരം ചിന്തകൾ മനസ്സിൽ വന്ന് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങളുടെ ബന്ധം അത് ശുഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ധൈര്യമായി തന്നെ നിങ്ങൾ മുൻപോട്ട് പോവുക. ഏതുവിധ തടസ്സങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഭഗവാന്റെ കടാക്ഷം ഉള്ളതിനാൽ പറയുവാൻ സാധിക്കുക. ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുവാൻ മറക്കാതിരിക്കുക. രണ്ടാമത്തെ ചിത്രമായ പരമശിവന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കടാക്ഷം വന്ന് ചേർന്നിരിക്കുന്നതായ അവസരമാകുന്നു. അതിനാൽ തന്നെ ഭഗവാനെ നിങ്ങൾ മുടക്കം കൂടാതെ ആരാധിച്ച് മുൻപോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. എന്നാൽ നിങ്ങൾക്കിടയിൽ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതായ ആ വ്യക്തിക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാം. എന്നാൽ അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ, തരണം ചെയ്യുവാൻ സാധിക്കും. മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ഭുതം തന്നെ തോന്നാം. നിങ്ങളുടെ ബന്ധവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്കോ തോന്നാവുന്നതാണ്. പലപ്പോഴും ഒരേ അഭിപ്രായം തന്നെ നിങ്ങൾക്കിടയിൽ രൂപാന്തരപ്പെടും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില അഭിപ്രായങ്ങൾ അത്തരത്തിൽ വന്ന് കലാശിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ അധികം സംസാരിക്കാത്തവരാകുന്നു. സംസാരിക്കാത്തവർ എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് എല്ലാ കാര്യം സംസാരിക്കുകയും അനാവശ്യമായ പല കാര്യങ്ങളും സംസാരിക്കാതെ ഇരിക്കുന്നവരുമാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. പലപ്പോഴും മുന്നിൽ നിൽക്കാതെ പുറകിൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം എന്ന് തന്നെ പറയാം. പല അവസരങ്ങളിലും അത്തരത്തിലാണ് നിങ്ങൾ നിൽക്കാറുള്ളത് എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ അവരെ നിങ്ങൾ മുൻപിലേക്ക് നിർത്തേണ്ടതാകുന്നു. അതായത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആ വ്യക്തിയെ മുൻപിലേക്ക് നിർത്തേണ്ടതും നിങ്ങളുടെ ആവശ്യകത തന്നെയാണ്. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അത് അനിവാര്യമായി വരുന്ന ഘടകമായി മാറും. അതിനാൽ തന്നെ അവർക്ക് മുൻപിൽ നിൽക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ നൽകേണ്ടതാകുന്നു. സമയം കണ്ടെത്തി നൽകുക എന്ന കാര്യവും പ്രധാനം തന്നെയാകുന്നു. നിങ്ങൾക്കിടയിൽ പലപ്പോഴും സമയം ആവശ്യത്തിനില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അത്തരത്തിൽ സമയം നിങ്ങൾ കണ്ടെത്തി നൽകേണ്ടതും അനിവാര്യമായ കാര്യം തന്നെയാണ്. കഴിവതും ഒരുമിച്ചിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ രൂപാന്തരപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയാത്തതായ അവസ്ഥ ഉണ്ട് എങ്കിൽ, അത്തരം കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറഞ്ഞില്ല എങ്കിൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ നല്ല ആശയവിനിമയമുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അല്പം കുറഞ്ഞോ അല്ലെങ്കിൽ മങ്ങിയോ എന്ന കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ആശയവിനിമയം ഏറ്റവും ശുഭകരമാക്കി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഉയരണം, അഥവാ ജീവിതത്തിൽ ഉയർച്ച നേടണം എന്ന് ആഗ്രഹിക്കുകയും അത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. പുറമേ കാണിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയോട് വളരെയധികം താല്പര്യമുണ്ട് എന്ന് തന്നെ പറയാം. മനസ്സിൽ അത്തരം താല്പര്യം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. പലപ്പോഴും പുറമേ സ്നേഹം പല വ്യക്തികളോടും
അത് നിങ്ങളെ അടുത്ത സുഹൃത്തുക്കളാണ് എങ്കിലും നിങ്ങൾ അർഹിക്കുന്നതായ അല്ലെങ്കിൽ അവർക്ക് നൽകുന്നതായ സ്നേഹം, ഇഷ്ടം അത് പുറത്ത് കാണിക്കാത്തവരാണ് എന്ന് തന്നെ പറയാം. സത്യസന്ധരാണ് നിങ്ങൾ. അതിനാൽ തന്നെ മറ്റുള്ളവർക്കും നിങ്ങളെ വളരെയധികം താല്പര്യമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കടന്നു വരാം. ഭാഗ്യം വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം വർദ്ധിക്കുകയും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാവുന്നതാണ്. ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ എന്തും ആവശ്യത്തിന് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായി ഭവിക്കൂ. അനാവശ്യമായി കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ, അമിതമാവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി തീരും. മറ്റുള്ളവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. നിങ്ങൾക്കുള്ളിലുള്ള അത്തരം കാര്യങ്ങൾ പലരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ആ കാര്യങ്ങൾ പതിയെ അവരും മനസ്സിലാക്കി തുടങ്ങും എന്ന കാര്യവും ഓർക്കുക. സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ഗൃഹം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്ന് ചേരാവുന്നതാണ്. ഈ സമയം നിങ്ങൾ ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുകൂടി മനസ്സിലാക്കുക.